ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എന്നെ പറയാനേക്കാത്ത കാക്ക അവിടെ നിന്നിട്ട് കാ കാ എന്ന് പറഞ്ഞ് കരയാട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കർക്കിടകത്തിൽ നല്ല മഴയാണല്ലേ. മഴ പെയ്തിട്ട് നിൽക്കാൻ വയ്യ. മഴ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ മഴ പെയ്താൽ എൻ്റെ ഇഷ്ടമൊക്കെ പോവും. എന്താ മഴ ജസ്റ്റ് ഒന്ന് തോർന്നപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇൻട്രോ എടുക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ പറയുക കർക്കിടക മാസം പഞ്ഞമാസം എന്നല്ലേ. പക്ഷേ ഇപ്പോൾ പഞ്ഞമാസം എന്നല്ല പറയേണ്ടത്, പ്രളയമാസം എന്ന് പറയേണ്ടി വരും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മുക്കുറ്റിച്ചാന്തൊക്കെ തൊട്ടിരിക്കുകയാണ് കേട്ടോ. മഴയായാലും വെയിലായാലും രാവിലത്തെ കുളി നമ്മൾ മുടക്കില്ല കേട്ടോ. കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ അല്ലേ. കുളി കഴിഞ്ഞാൽ മുക്കുറ്റിച്ചാന്ത് തൊടുക, ദശപുഷ്പങ്ങൾ ചൂടുക. പിന്നെ കർക്കിടകത്തിൽ എന്തൊക്കെയുണ്ട്? കർക്കിടക കഞ്ഞി കുടിക്കുക, കർക്കിടകത്തിൽ മരുന്ന് സേവിക്കുക, പത്തില തോരൻ വെക്കുക, പത്തില കറി വെക്കുക, പിന്നെ രാമായണം പാരായണം ചെയ്യുക. അങ്ങനെ എന്തൊക്കെ വിശേഷങ്ങളല്ലേ കർക്കിടക മാസത്തിനുള്ളത്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ തൊട്ടാവുള്ള ഈ സമാധാനമാണ്. അലക്കക്കല്ലിൻ്റെ അടുത്ത് നിന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇന്ന് രാവിലെ ചായക്ക് ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കുറേ മാസങ്ങളായി ഈ പലഹാരം ഉണ്ടാക്കിയിട്ട്. ഇത് നമ്മുടെ കുട്ടി ദോശയല്ല കേട്ടോ. ഇങ്ങനെ കണ്ടാൽ കുട്ടി ദോശയായിട്ടാണ് തോന്നുന്നത്, പക്ഷേ കുട്ടി ദോശയല്ല. നമ്മളെ വെള്ളപ്പത്തിനുള്ള മാവില്ലേ, അതായത് അരിയും നാളികേരവും ചോറും പിന്നെ തേങ്ങേൻ്റെ വെള്ളം, അതായത് നാളികേരത്തിൻ്റെ വെള്ളത്തിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് പുളിപ്പിക്കാൻ വെച്ചിട്ട് അങ്ങനെയാണ് ഞാനിത് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് മാവ് നന്നായിട്ട് പൊങ്ങി വരും. നന്നായിട്ട് പൊങ്ങി വന്നാലാണ് ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുള്ളൂ. കണ്ടോ, നമ്മളെ ബൺദോശൻ്റെയും കുട്ടി ദോശൻ്റെയൊക്കെ പോലെ ഉണ്ട് അല്ലേ. ബൺദോശയും കുട്ടി ദോശയൊക്കെ ഒന്ന് തന്നെയല്ലേ. ഇത് ഉണ്ടാക്കിയാൽ പിന്നെ ഒന്നുണ്ട് കേട്ടോ, ഇതിന് കറിയൊന്നും വേണ്ട. പക്ഷേ എന്നാലും ഞാനിതിന് നല്ലൊരു ചമ്മന്തി അരച്ചിട്ടുണ്ട്. നാളികേരവും മുളക് പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി ഇല്ലെങ്കിലും എല്ലാവരും ഇത് കഴിക്കും. ഒരു 5-6 അപ്പമൊക്കെ ഒരാൾ കഴിക്കും കേട്ടോ. ഞാൻ തന്നെ കഴിക്കും 5-6 അപ്പമൊക്കെ. ഇപ്പോൾ ഇതിൻ്റെ പേരിപ്പോൾ എന്താ പറയുക, ബൺദോശ കുട്ടി ദോശ എന്നൊന്നും പറയാൻ പറ്റില്ല, കുഞ്ഞിയപ്പം അതാ പറയാൻ പറ്റുള്ളൂ. ഇവിടെ പത്തൽ പോലെ, അതായത് നമ്മൾ പൊരിച്ച പത്തിരി പോലത്തെ ഒരു ഷേപ്പാണ്, പക്ഷെ പൊരിച്ചിട്ടൊന്നല്ല വെക്കുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നല്ല മഴ എന്ന് പറഞ്ഞാൽ എന്താ മഴ, ശക്തിയേറിയ മഴ. അതായത് ഇപ്പോൾ കർക്കിടകം 14, 15 ആ സമയത്ത് നല്ല മഴ പെയ്യുന്ന ദിവസമാണല്ലോ. അതായത് ആടി 14, തമിഴ്നാട്ടുകാരുടെ ആടി 14 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഴ. അപ്പോൾ നല്ല മഴയാണ്. പക്ഷെ അതിനിടയ്ക്ക് വെയിലുണ്ട്. പക്ഷെ ആ വെയിൽ അപ്പം തന്നെ പോവുകയും ചെയ്യും. കള്ളക്കർക്കിടകമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം കേട്ടോ. ചെറിയൊരു സ്പെഷ്യലുണ്ട്. സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്ന സാധനം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലും പറമ്പിലും പാടത്തും എല്ലായിടത്തും കാണുന്ന തവരയില്ലേ, തകര എന്ന് പറയും. തവര ഒക്കെ പറയുന്ന സാധനം. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത്. ഞാൻ അമ്മയും കൂടെ വളയത്ത് പോയപ്പോൾ അവിടെ ഉണ്ട്, ഗുഡ്സിൽ വിൽക്കുന്നു കേട്ടോ, റോഡ് സൈഡിൽ. ഒരു കെട്ടിന് 20 രൂപ 40 രൂപ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വാങ്ങുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണിത്. കാരണം കർക്കിടക മാസത്തിൽ തകരയും താളൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ സാധാരണ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഇത് പറമ്പിലും ഒന്നും കാണുന്നില്ല, അപൂർവമായിട്ട്. ഇത് വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന സസ്യമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ കർക്കിടകത്തിൽ ഇത് തോരൻ വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ചങ്ങാതിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 20 രൂപ ഒരു കെട്ടിന് കൊടുത്ത് വാങ്ങിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ നാട്ടിൽ പുഴേൻ്റെ തീരത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഇത് തകര കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ തോരൻ എന്ന് പറഞ്ഞാൽ തകരത്തോരനാണ് കേട്ടോ. അപ്പോൾ ആ തകരയിലൊക്കെ ഞാൻ നന്നായി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുനുകുനീ അരിയാട്ടോ. സാധാരണ എല്ലാ ഇലകളെയും പോലെയല്ല, ഇതിൻ്റെ ഇലയ്ക്ക് കുറച്ചൊരു ഉറപ്പുണ്ടാവും, പിന്നെ ചെറിയൊരു കയ്പ്പുണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി കുനുകുനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഉപ്പിട്ടൊന്ന് തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചീരേൻ്റെ ഇലയും മുരിങ്ങേൻ്റെ ഇലയൊക്കെ വെക്കുന്ന പോലെ തന്നെ. പക്ഷേ മഴക്കാലത്ത് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ താളും തകരയൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഔഷധഗുണം കൂടിയുള്ളൊരു സമയമാണ് അപ്പോൾ താള്, തകര, പിന്നെ ഇലകളെല്ലാം പത്തിലക്കറികളൊക്കെ കേട്ടിട്ടില്ലേ, പത്തിലത്തോരൻ, അതൊക്കെ നല്ലതാണ്. മുരിങ്ങയില ഒഴിച്ച്
ബാക്കി ഏത് ഇലയും കഴിക്കാൻ പറ്റുന്നൊരു മാസമാണ് കർക്കിടക മാസം. കർക്കിടക മാസം മാത്രമല്ല മഴക്കാലം. അപ്പോൾ ഞാൻ തകരയിലയിൽ ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നാളികേരം ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നാളികേരം, 2 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, നല്ല എരിവുള്ള 2 പച്ചമുളക്, മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇനി വേഗം തോരൻ വെക്കട്ടെ കേട്ടോ. തോരൻ വെക്കുന്നത് സാധാരണ എല്ലാ ഇലയും തോരൻ വെക്കുന്ന പോലെ തന്നെ കേട്ടോ. ആ ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ വെച്ചു, കടുകിട്ടിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി കുരുകുനേ അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉള്ളി അങ്ങനെ തോരനിൽ ഇടാറില്ല കേട്ടോ. ഞാൻ അങ്ങനെ നാളികേരത്തിൻ്റെ കൂടെ ചതച്ചെടുക്കാറാണ് ചെയ്യുക. പക്ഷേ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളിയും കൂടെ കുനുകുനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ കൂട്ടി തിരുമ്മി വെച്ചിരിക്കുന്ന തകരയില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി അത്യാവശ്യം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. തകരയിൽ ഔഷധ ഗുണം കൂടിയുള്ളൊരു സാധനം കൂടിയാണ്. പിന്നെ ഒരുപാട് ജീവകങ്ങൾ അടങ്ങിയതുമാണ് കേട്ടോ. അപ്പോൾ തകരയിലത്തോരൻ വെച്ച് കഴിക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് മഴക്കാലത്ത് തകരയില കിട്ടിയാൽ ആരും കളയണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം ചതച്ച് വെച്ചത് ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറിയ തീയിലടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തോരൻ. നല്ല ടേസ്റ്റുള്ള തോരനാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ വീട്ടിലായിരുന്ന സമയത്ത് എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ 10 ഇലത്തോരൻ വെക്കും. 10 തരം ഇലകൾ കൂടിയിട്ടുള്ള അതിൽ ഒരു ഇല തകരയായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ, തകരയിലത്തോരൻ. അപ്പോൾ അതിൻ്റെ ഉച്ചഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചോറ് പിന്നെ മീൻ കറിയുണ്ട്, വൻപയർ പുഴുങ്ങിയതുണ്ട്, പിന്നെ തകരയിലത്തോരനുണ്ട്. പോരെ ഇനി ഞാൻ ഉച്ചഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. എൻ്റെ ഉച്ചഭക്ഷണം കണ്ടോ, നിറയെ പയറുണ്ട്, നിറയെ തകരയിലത്തോരനുണ്ട്. നാടൻ ഭക്ഷണമാണ് കേട്ടോ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞാനിങ്ങനെ മറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുറ്റം നല്ല വെളിച്ചല്ലേ ഇപ്പോൾ കാണാൻ. അതായത് ഞങ്ങളുടെ വീടിൻ്റെ അതിര് സൈഡിലുള്ള ചെമ്പരത്തിയും കളർ ചെടികളെല്ലാം വെട്ടി വൃത്തിയാക്കിയപ്പോൾ മുറ്റത്തേക്ക് നല്ല വെളിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. നേരെ മുൻപിലുള്ള വീടൊക്കെ ഇപ്പോൾ ശരിക്കും കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇമ്മറത്തിരുന്നപ്പോഴേക്കും നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ, കാറ്റ് മഴ. അപ്പുറത്തെ തൊടിയത്തെ വാഴയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. കുലച്ച് നിൽക്കുന്ന വാഴയാട്ടോ അതൊക്കെ. മുറ്റം നിറയെ വെള്ളം, നല്ല മഴ തന്നെ കേട്ടോ പെയ്യുന്നത്. കണ്ടോ, മുറ്റത്തൊക്കെ നിറയെ വെള്ളമാണ്. പിന്നെ എൻ്റെ പയർച്ചെടികൾ കണ്ടോ, അന്ന് ഞാൻ നട്ട പയർച്ചെടികളെല്ലാം വലുതായി വരുന്നുണ്ട് കേട്ടോ. പടർന്ന് വരാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന് കമ്പൊക്കെ നാട്ടി കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ. താങ്ക് യു.